ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് എന്താ പറയുക, നമ്മളിതുവരെ എയർപോർട്ടിൽ നിന്ന് പോയിട്ടില്ല. കാരണം രാവിലെയാണ് നമുക്ക് ഇവിടുന്ന് പോകേണ്ട ട്രെയിൻ. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇവിടുത്തെ ഒരു മെക്ഡി കയറി ഫുഡ് വാങ്ങിച്ച് അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ച് ഫുഡൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് പൂട്ടാൻ പോവാണ് എന്ന് പറഞ്ഞ് ഇറക്കിയിട്ട്. എനിക്കൊന്ന് ക്രിസ്മസ് ഒക്കെ വരുന്നതുകൊണ്ട് ഫുൾ അവധിയാന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ മെക്ഡി വാങ്ങിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് വാങ്ങിച്ചത് നമുക്ക് നോക്കാം. അൺബോക്സ്. എന്താ പറയുക, ചായയും വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ ഒരു കോളയും വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ നമ്മൾ ബർഗർ ഉണ്ട്, പിന്നെ ഫ്രഞ്ച് ഫ്രൈസും സ്പ്രിംഗ് ഫ്രൈസും. ഇതാണ് സ്പ്രിംഗ് ഫ്രൈസ്. ഇത് മൊള്ളയിൽ കിട്ടാറില്ല, ഇത് ജർമ്മനിയിൽ മാത്രമേ കിട്ടാറുള്ളൂ. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ നമ്മുടെ സാധാ നമ്മളൊരു സിമ്പിൾ ചീസ് ബർഗറാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഫ്രഞ്ച് ഫ്രൈസ് ഫ്രഷാണ്. അപ്പോൾ എന്തായാലും കഴിച്ചിട്ട് എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ കാണാം. അങ്ങനെ നമ്മൾ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം, നൂറംബർഗിലേക്കുള്ളത്. അത് കഴിഞ്ഞ് ആ ട്രെയിൻ കയറിയിട്ട് വേണം നമ്മൾ അവിടെ എത്തുമ്പോൾ ഒരു 7:30-8 മണിയൊക്കെ ആവും. എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ടുണ്ട്. കാലിയാണല്ലോ. ഞങ്ങൾ മെട്രോയിൽ കയറിയിരിക്കുകയാണ്. ഇനി അരമണിക്കൂർ ഞങ്ങൾ അടുത്ത സ്റ്റോപ്പിലെത്തി. ഈ മെട്രോ സ്റ്റോപ്പിൽ ഇറങ്ങാൻ ആളില്ലെങ്കിൽ ഡോറ് സ്വിച്ച് ഞെക്കിയാലേ തുറക്കുള്ളൂ. നമ്മൾ ഹാനോ എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ ഇറങ്ങി. ഇനി അടുത്ത സ്റ്റോപ്പിലേക്ക് പോകണം. ഇനി 2 ട്രെയിനും കൂടെ എക്സ്ട്രാ കയറണം, എന്നാലേ നമ്മൾ നൂറംബർഗിലെത്തുള്ളൂ. ഒക്കെ നല്ല പഴയ മെട്രോയാണ്, പക്ഷെ എന്നാലും നല്ല വൃത്തിയുണ്ട് മെട്രോ ഒക്കെ കാണാൻ. ഇവിടെ നല്ല തണുപ്പുണ്ട്. വേണ്ട, ഇവിടെ ഈ മെട്രോ സ്റ്റേഷനൊക്കെ ഇവർ പുതുക്കിപ്പണിയാണ് ഫുള്ള്. രാവിലെ 5 മണിക്ക് തന്നെ ഇവിടെ ആൾക്കാർ ബിയറൊക്കെ ഇരുന്ന് കുടിക്കുന്നുണ്ട്. അടുത്ത നമ്മൾ വൂസ്ബർഗിലേക്കാണ് പോകാൻ പോകുന്നത്. ഇതൊരു ഡബിൾ ഡെക്കർ ട്രെയിനാണ്, മേളിലും താഴെയും സീറ്റ്. ആദ്യമായിട്ടാണ് ഡബിൾ ഡെക്കർ ട്രെയിൻ കാണുന്നത്. ശ്യാമോടെ പോയി ഡബിൾ ഡെക്കർ ട്രെയിൻ. അവിടെ നമുക്ക് ഇരിക്കാൻ പറ്റൂല. ഇതാണ് ഡബിൾ ഡെക്കർ ട്രെയിൻ. എന്താ പറയുക, മൂത്രത്തിൻ്റെ നാട്ടിൽ ഇവിടെ ബാത്റൂം കൊണ്ടുപോയില്ല. ഇതാണ് അടിയിലത്തെ ട്രെയിൻ, ഇതാണ് മുകളിലത്തെ. ഡബിൾ ഡെക്കർ ബസ്സൊക്കെ കണ്ടിട്ടുണ്ട്, ആദ്യമായിട്ടാണ് ഡബിൾ ഡെക്കർ ട്രെയിൻ കാണുന്നത്.
ചാർജൊക്കെ ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട്, വൈഫൈ ഉണ്ട്, നല്ല കിടിലൻ സെറ്റപ്പ് ട്രെയിനുകളാണ്. അങ്ങനെ നമ്മൾ ന്യൂറംബർഗിൽ ലാസ്റ്റ് എത്തിയിരിക്കുകയാണ്. ഫൈനലി വി റീച്ച്. നല്ല തിരക്കുണ്ട് ഈ സ്ഥലത്ത്. ജർമ്മൻസിനെക്കാട്ടി കൂടുതൽ അറബ്സും ഇന്ത്യൻസും ആഫ്രിക്കൻസും ആണ് ഇവിടെ ഉള്ളത്. നമ്മളങ്ങനെ ന്യൂറംബർഗ് എന്താണ് ഇത് ട്രെയിൻ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. നമ്മളങ്ങനെ ന്യൂറംബർഗിലെ ഓൾഡ് ടൗണിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഇവിടെ കാണുന്ന ഈ മതിലിനകത്ത് റെയിൽവേ സ്റ്റേഷനാണ്. എന്തോ പണ്ടത്തെ റെയിൽവേ സ്റ്റേഷനാണെന്ന് തോന്നുന്നു. ഹിസ്റ്ററി ഒന്നും എനിക്കറിയാം. കുറച്ച് മോഡേണും കുറച്ച് പഴയതും. ഓൾഡ് ടൗൺ ഉള്ളിലേക്ക് പോവാണ്. അവിടെ എന്തൊക്കെയാണ് കാണാനുള്ളത് നോക്കാം. ഇപ്പം ചത്തേന. ഇതാണ് നമ്മുടെ ഓൾഡ് ടൗൺ. ഇതാണ് ഓൾഡ് ടൗൺ. ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് നൈസായിട്ട് അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട് ഇവരിത്. കൊള്ളാം, നല്ല നല്ല പഴയ ലുക്കുണ്ട്. കാണാനും നല്ല രസമുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ന്യൂറംബർഗിൽ എത്തിയിരിക്കുകയാണ്. ഓ, ന്യൂറംബർഗിലെത്തി. ഇനിയിപ്പോൾ ഇവിടുത്തെ എയർബിഎൻബിയിൽ ഏകദേശം 3 മണിയൊക്കെ കഴിഞ്ഞേ കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പോൾ രാവിലെ 9 മണിയായിട്ടുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഫുഡ് അടിക്കണം, ഒരു ബാത്റൂം കണ്ടുപിടിക്കണം. അതൊക്കെയാണ് ഇനി നമ്മുടെ ടാസ്ക്. അപ്പോൾ എന്തായാലും നമുക്ക് ഹോട്ടൽ കണ്ടുപിടിക്കാം. ഇവിടെ ഇത് ഈ റെഡ് സ്ട്രീറ്റൊക്കെ ഉണ്ട്. രാത്രി ആകുമ്പോഴേ അതൊക്കെ ആക്റ്റീവ് ആകത്തുള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. അതാരാ എന്താ കാക്ക ഇങ്ങനെ കറിയുന്നത്? തൊണ്ട വല്ല കുടുങ്ങി? സംസാരിക്കുന്നുണ്ടില്ല, കണ്ടിട്ടില്ലേ? എന്താ സംഭവം? അപ്പോൾ നമ്മൾ ഇവിടെ ന്യൂറംബർഗിൽ വന്നിട്ട് ആദ്യം തന്നെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറാനാണ് പ്ലാൻ. അപ്പോൾ ഇവിടെ വേറെ കുറേ കടകളുണ്ട്, പക്ഷെ ഒന്നും തുറന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറാമെന്ന് വിചാരിച്ച്. എന്തായാലും നമുക്ക് ഇവിടെ എന്താ കിട്ടുകയെന്ന് നോക്കാം. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഉച്ച കഴിഞ്ഞ് തുറക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ റെസ്റ്റോറൻറ്റിൽ പോകാനാണ്. അപ്പോൾ നമ്മൾ കഫേ ലിറ്ററാത്തൂർ ഹൗസിലേക്കാണ് പോകുന്നത്. ലൈബ്രറിയൊക്കെ ഉള്ളൊരു കഫേയാണ്. എന്നാലും രാവിലെ തന്നെ ഒരു ഹെവി ഫുഡ് കിട്ടാത്തതിൻ്റെ ഒരു സങ്കടമുണ്ട്. ഇതാണ് നമ്മുടെ കഫേ. ഓ, ഇത് ഏതാ നേരോ? അപ്പോൾ ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. കിടിലൻ വൈബാണ്. റെസ്റ്റോറൻറ്റ് അകത്ത് കയറി വ്ലോഗിയാണെന്നറിയാൻ പറ്റത്തില്ല. എല്ലാവരും നല്ല സൈലൻ്റ് ആയിട്ടിരുന്ന് കഴിക്കുകയാണ്. നോക്കാം ഗൈസ്. ഈ ഒരു ക്യാപ്പുച്ചിനോയ്ക്ക് 3.5 യൂറോ ആണ്. സാധാ വിലയാന്നൊക്കെ പറയുന്നു. ക്യാപ്പുച്ചിനോ വന്നിട്ടുണ്ട്. പതപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ആവറേജ് ക്യാപ്പുച്ചിനോ. നമ്മളിന്നൊരു ഫ്രഞ്ച് ബ്രേക്ക്ഫാസ്റ്റാണ് ഓർഡർ ചെയ്തത്. ഇവരാദ്യം വന്നപ്പോൾ ഫുള്ള് റിസർവ് ആണെന്ന് പറഞ്ഞ്, പക്ഷെ വരുന്നവരെ കയറ്റി ഇരുത്തുന്നുണ്ട്. അത് മാറ്റിയിട്ട് ഫുഡിൻ്റെ അവസ്ഥ എന്താകുമെന്ന് കണ്ടറിയാം. വീഡിയോ ഒന്നും എടുക്കണം, ഞാൻ കഴിക്കട്ടെന്ന്. ഞാൻ വീട്ടിലുണ്ടാക്കി തന്നേനെ.
ഉപ്പില്ല ഇവിടെ ഉപ്പില്ല. എടാ അതെങ്ങനെയുണ്ട്? ബേക്കൻ കൊള്ളാം. അല്ല, ഈ ചീസ് എന്താണ് അവസ്ഥ? ഇത് ഇയാൾ എടുത്തിട്ടുണ്ടായിനോ? എനിക്കൊന്നേ ചീസ് അല്ലാതെ തന്നെ കഴിച്ചു നോക്കണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. ഇത് കൊള്ളാം. അല്ലേ? നല്ല ചീസാണ്. ഇപ്പോൾ മധുരമുള്ള സാധനം തോന്നുന്നു, കഴിച്ചു നോക്കിയിട്ട് പറയാം. കൊള്ളാം, പക്ഷേ ഓക്കെ എന്താ അവസ്ഥ? അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് എന്താ പറയുക, ഒരു തവണ ട്രൈ ചെയ്യാന്നേ ഉള്ളൂ, അല്ലാതെ പിന്നെയും കഴിക്കാനുള്ള ഫുഡൊന്നുമില്ല. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടുന്ന് ഇറങ്ങാണ്. ഇവിടുത്തെ സ്റ്റാഫൊക്കെ അൺസഹിക്കബിളാണ്. കടയുടെ പേരെന്തായിരുന്നു? ലിറ്ററേച്ചർ ഹൗസ് എന്നാണ് ഈ കടയുടെ പേര്. വലിയ ഗുണമൊന്നുമില്ല ഫുഡ്. ഓക്കെ, ഒരു തവണ നമുക്ക് ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ കൊള്ളാം, പക്ഷെ നമുക്ക് അങ്ങനെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റൊന്നും അല്ല എല്ലാത്തിൻ്റെ. അങ്ങനത്തെ ഒരു ഫുഡായിരുന്നു. ഓക്കെ, ഡോണർ കബാബ് കാണാൻ നല്ല രസമുണ്ട്. നമുക്ക് വൈകുന്നേരം അത് കഴിക്കാം. പയ്യെ ടൗണൊക്കെ ആക്റ്റീവായി വരുന്നുണ്ട്. ഇറങ്ങിയൊരു H&Mൻ്റെ ഷോറൂമിൽ വന്നിരിക്കുകയാണ്. ഇവിടെ ചീപ്പാന്നൊക്കെ പറഞ്ഞാണ് ശ്യാമ നമ്മളോട് കൊണ്ടുവന്നത്. ഇവിടെ പോസ്റ്റായിട്ടിരിക്കുകയാണ്. നമ്മളെ ഫ്രണ്ടിന് പെട്ടി അവിടെ എയർപോർട്ടിൽ മേടിച്ച് വെച്ചതിനെ കൊണ്ട് ഇടാൻ ഡ്രസ്സില്ല. ഡ്രസ്സ് മേടിക്കാൻ വേണ്ടിയിട്ട് H&Mൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ശ്യാം ഇവിടുന്ന് ഒരു ടീഷർട്ട് വാങ്ങിച്ചു പോയി. നമ്മൾ ടീഷർട്ടൊന്നും വാങ്ങിക്കുന്നില്ല, കാരണം ഇതൊക്കെ ഇനി തൂക്കി പിടിച്ച് എല്ലാ സ്ഥലത്തേക്കും പോകേണ്ടതാണ്. നമ്മളെന്തായാലും ഇനിയിപ്പോൾ അതെ, അപ്പോൾ നമ്മളപ്പോൾ നടന്ന് പയ്യെ, അപ്പോൾ ഒരു 3 മണിയാകുമ്പോൾ നമുക്ക് ചെക്ക് ഇൻ ചെയ്യാമെന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. എന്തായാലും പോകുന്ന വഴി എന്തെങ്കിലുമൊക്കെ വായി നോക്കി പോവാം. ഇപ്പോൾ ഇവിടെ സെറ്റായി വരുന്നുണ്ട്. ക്രിസ്മസ് മാർക്കറ്റൊക്കെ പയ്യെ ഓപ്പണായി വരുന്നുണ്ട്. നമുക്ക് നോക്കാം. ഒരു അടിപൊളി ന്യൂറംബർഗിലെ ഓൾഡ് ടൗണിലുള്ളൊരു അടിപൊളി ചർച്ചാണ് ഇത്. ഒരു പോർഷൻ മാത്രമേ നമ്മൾ ദൂരേന്ന് കണ്ടിട്ടുള്ളായിരുന്നു, പക്ഷേ ഫ്രണ്ട് അത് കണ്ടിട്ട് പോകാൻ നല്ല ഹൈറ്റ് ഉണ്ട്, പക്ഷെ ഫോണിൽ കൂടെ കാണുമ്പോൾ ചെറുതായിട്ടാണ് തോന്നുന്നത്. എന്തായാലും അതിൻ്റെ അടുത്ത് പോയി നോക്കാം. ഭയങ്കര ആഗ്രഹമായിരുന്നു സ്വിറ്റ്സർലാൻഡിൽ പോയിട്ട് ഈ ലിങ്ക് ഫാക്ടറിയിലൊക്കെ പോകണമെന്ന്. കുഞ്ഞ് ലിങ്കിൻ്റെ മാത്രമുള്ള കട ഉണ്ടപ്പോൾ ചെറുതായിട്ടൊരു എക്സൈറ്റ്മെൻറ്റ്. നമുക്ക് കയറി നോക്കാം എന്താ അതിനുള്ളിലത്തെ ഹാല്. രണ്ട് മിഠായി നമ്മളിപ്പോൾ കഴിച്ചിട്ട് ഇറങ്ങിയേ ഉള്ളൂ, അതുകൊണ്ട് ജസ്റ്റ് ടേസ്റ്റ് നോക്കാൻ 4 ചോക്ലേറ്റ് എടുക്കുകയാണ്. Have a good time. Bye. 3-4 മിഠായി വാങ്ങിച്ചിട്ടുണ്ട്. ഏകദേശം €3.5 ആണ് ആയത്. കഴിച്ചു നോക്കാം. എന്നാ ഏതാ കഴിച്ചോ? നൈസാ. റമ്മൊക്കെ മുക്കിയ പോലത്തെ ഒരു ടേസ്റ്റ്. ഓൾഡ് ടൗണിന്റെ ബാക്കിലേക്ക് വന്നതാണ്. ഇതുവഴി ഒരു തോടൊക്കെ പോകുന്നുണ്ട്. ലേക്കോ തോടോ എന്തൊക്കെയോ പോകുന്നുണ്ട്. നൈസ് വ്യൂ ആണ് ഇവിടെ. അപ്പുറത്ത് കാണുന്നൊക്കെ റെസ്റ്റോറൻറ്റ്സ് ആണ്. എനിക്ക് തോന്നുന്നു സമ്മർ ആകുമ്പോഴായിരിക്കും പുറത്തിരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാവുക.
അതാണ് ഈ ഓൾഡ് ടൗൺ സ്ട്രീറ്റ്. എന്താ പറയുക, ഇത് പഴയതും പുതിയതും ചേർന്നിട്ട് നല്ല എന്താ പറയുക, നല്ല പുതിയ ബിൽഡിങ് കാണാം, പഴയ ബിൽഡിങ് കാണാം. പക്ഷെ അത് എന്താ പറയുക, വൃത്തികേടും ഇല്ല കാണാനൊന്നും. ഇവിടെയൊക്കെ അപ്പാർട്ട്മെൻറ്റുകളുണ്ട്, ലേക്ക് വ്യൂ ഉള്ള. അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് സ്റ്റാർബക്സും ഉണ്ട്. ഓ, ഇത് നൈസ് വ്യൂ ആണല്ലോ. ഇവിടെ നിരത്തി കുറേ ബ്രാൻഡഡ് ഷോപ്പുകളുടെ മാളാന്ന് തോന്നുന്നു. നമ്മളവിടെ ആകെ ഒറ്റ കടക്കേ ഇരിക്കും. കടകളെല്ലാം ഒരു രക്ഷയില്ല, അന്യായ ലുക്കാണ് കാണാൻ. ഇന്റീരിയർ ഡിസൈനിങ് ഒക്കെ വേറെ ലെവലാണ്. അതിൻ്റെ കൂടെ ഈ പഴയ മോഡൽ ബിൽഡിങ്ങും കൂടെ വരുമ്പോൾ നല്ല രസമുണ്ട്. ഈ എന്താ പറയുക, ഈ ഓൾഡ് ടൗൺ കാണാനായിട്ട് ഒന്നും പറയാനില്ല, അടിപൊളി. ഇത് ഒരു പക്ക യൂറോപ്യൻ ഒരു ഫീൽ കിട്ടിയത് ഇപ്പോഴാണ് എനിക്ക്. ഇവിടെ ഇപ്പോൾ തന്നെ നമ്മളിത് കുറച്ചേ കാണുള്ളൂ നേരിട്ട്, അത് ജസ്റ്റ് ഒന്ന് കയറി തുടങ്ങിയതാണ്. പക്ഷേ ഓരോ തവണ കയറുമ്പോഴും ഒരുപാട് കാണാനുണ്ട് ഇവിടെ. നമ്മൾ വേറൊരു എൻട്രൻസ് കൂടെയാണ് കയറിയത്. ഇതിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് പോലും വലിയ ഐഡിയ ഒന്നുമില്ല. നമ്മളവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ കാണാനുണ്ട്, കുറേന്ന് വെച്ചാൽ കുറേ കാണാനുണ്ട്. നമുക്കറിയില്ല ഇത് മൊത്തം കണ്ട് കേൾക്കാൻ പറ്റുമോ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഏകദേശം തീർന്നു. നമ്മളിത് മൊത്തം ഏകദേശം കറങ്ങി കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെയും കാണിക്കാൻ വേണ്ടി അത്യാവശ്യം വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അതെ, ഇനിയിപ്പം നമ്മൾ റൂമിലേക്ക് പോവാണ്. അത്യാവശ്യം ടയേർഡായി. ഇനിയിപ്പോൾ നൈറ്റ് കുറച്ച് പ്ലാൻ ഉണ്ട്. അത് നമ്മൾ കരുതുന്ന അടുത്ത വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് കരുതുകയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് മറക്കരുത്. അപ്പോൾ അടുത്ത സ്ഥലത്ത് വെച്ച് കാണാം. ഒരുപാട് ട്രാവൽ ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോസൊക്കെ ഇനി അപ്ലോഡ് ചെയ്യും, നിങ്ങൾ കാണണം. അപ്പോൾ പുതിയ വീഡിയോ കാണാം. ഓക്കെ, ബൈ.